ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ്ട് എന്തെന്ന് വെച്ചാൽ നമ്മളുടെ ഹിറോക്കു ഈ മാസം 28 മുതൽ പെയ്ഡ് സർവീസിലേക്കാണ് പോകുന്നുള്ളത്. അപ്പോൾ നമുക്ക് വേറൊന്നും അപ്ലിക്കേഷനൊന്നും ഇല്ല, നമുക്ക് റണ്ണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത്. നേരത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു റെയിൽവേയിൽ എങ്ങനെ ബോട്ടൊക്കെ ഡിപ്ലോയ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അതിനുള്ള വേറൊരു സൊല്യൂഷനായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് റെയിൽവേയിൽ എല്ലാവർക്കും വരുന്നൊരു ഇഷ്യൂസാണ് വെരിഫിക്കേഷൻ്റെ. അതായത് പെയ്ഡ് ആക്കാണ്ട് നമ്മളുടെ ബോട്ട് റെയിൽവേയിൽ ഡിപ്ലോയ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഓക്കെ, അതെങ്ങനെ ഫിക്സ് ആക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വന്നത്. ഒന്നും ഡൗട്ടാൻ പറ്റിയാൽ ഞങ്ങളുടെ സപ്പോർട്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഞങ്ങളോട് നല്ല വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടവർ മാത്രം കണ്ടാൽ മതി, അല്ലാത്തവർ കാണണ്ട. ഓക്കെ, ഇതിൽ സംഭവം കുറച്ച് ചെയ്യുന്നുണ്ട്, കുറച്ച് പണിയുണ്ട്, അതിനോണ്ടാണ്. ഓക്കെ, താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി, അല്ലാത്തവർ ചെയ്യേണ്ട. വലിയ വലിയ റിപ്പോർട്ട്സൊക്കെ നിങ്ങളുടെ ഗിറ്റബിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു വീഡിയോ കാണണ്ടെന്ന് തന്നെ ഞാൻ പറയും. അല്ലാത്തവർ കണ്ട പ്രശ്നമില്ല. ഓക്കെ, വലിയ ഡെവലപ്പറൊന്നും അല്ലാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോസ് കണ്ട. വലിയ ഡെവലപ്പേഴ്സ് ഈ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പെയ്ഡാക്കിയിട്ട് റെയിൽവേൻ്റെ സർവീസ് തന്നെ വാങ്ങിക്കുക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അല്ലാത്തവർ ഈ ഒരു വീഡിയോ കണ്ട് ഒരു പ്രശ്നവുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വർക്കിലേക്ക് പോവാം. ഓക്കെ, സ്റ്റെപ്പ് 1 നമ്മൾ നോക്കുന്നത് വെച്ചാൽ ഇതാണ് ഇപ്പോൾ എൻ്റെ റിപ്പോസിറ്ററി. ഓക്കെ, റിപ്പോസിറ്ററിൻ്റെ യൂസർ നെയിം മുഹമ്മദ് RK എന്നാണ് എൻ്റെ റിപ്പോസിറ്ററിൻ്റെ യൂസർ നെയിം. ഓക്കെ, ഞാൻ ഇപ്പോൾ ക്രോമിൽ പോയിട്ട് railway.app, ഓക്കെ, റെയിൽവേൻ്റെ വെബ്സൈറ്റിലേക്ക് ഒന്ന് പോവാണ്. ഓക്കെ, റെയിൽവേൻ്റെ വെബ്സൈറ്റിലേക്ക് പോയതിന് ശേഷം ഇവിടെ ഈ കാണുന്ന എല്ലാത്തിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് ലോഗ് ഔട്ട് ആക്കാണ്. ഓക്കെ, ലോഗ് ഔട്ട് ആക്കിയതിന് ശേഷം ഒന്നും കൂടി ഞാൻ ലോഗിൻ ആക്കാണ്. ഓക്കെ, അതിൻ്റെ കണക്റ്റ് ഗിറ്റബിലേക്ക് കൊടുത്തിട്ട് കണക്റ്റ് ആക്കാണ്. ഓക്കെ, കണക്റ്റ് ആക്കിയതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് വേറെ സംഭവമൊക്കെ കാണുന്നുണ്ടാവും. അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ എല്ലാവരുടെ റെയിൽവേയിൽ കാണാൻ സാധിക്കുന്ന ഒരു ബട്ടണാണ് ക്രിയേറ്റ് എ ന്യൂ പ്രോജക്റ്റ്. അത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. അതിൻ്റെ മീത്തുള്ളൊരു ബട്ടൺ ഉണ്ടാവും. ആ ബട്ടൺ നിങ്ങളിൽ ഒരിക്കലും ഉണ്ടാവത്തില്ല. ആ ബട്ടൺ ഇല്ലാതെ ഒരിക്കലും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ആ ഒരു ബട്ടൺ നമുക്ക് ആവശ്യമില്ലാത്തൊരു ബട്ടണാണ്. അത് സെറ്റിങ്സിൽ പോയിട്ട് എന്തോന്ന് ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോൾ അത് എൻ്റെ എന്തോ ഈ അബദ്ധത്തിൽ ഓണായ ഒരു സംഭവമാണ്. ഓക്കെ, നിങ്ങൾക്കിടയിൽ കാണാൻ സാധിക്കും ന്യൂ പ്രോജക്റ്റ്. അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ കാണാൻ സാധിക്കും യുവർ അക്കൗണ്ട് ഈസ് നോട്ട് വെരിഫൈഡ്. ഓക്കെ, വെരിഫൈ ആക്കാൻ പറയുന്നുണ്ട്. അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, യുവർ അക്കൗണ്ട് ഈസ് അൺവെരിഫൈഡ് ആയിട്ട് കാണാൻ സാധിക്കും. പിന്നെ അതിൻ്റെ താഴെ കുറച്ച് സംഭവമുണ്ട്, അത് നിങ്ങൾ നിർബന്ധമായിട്ട് വായിച്ചു നോക്കേണ്ട ഒരു സംഭവമാണ്. ഓക്കെ, ഇതിൽ പറയുന്നുള്ളത് റിസ്ക് റിപ്പോസ്റ്റ് ഒന്നും നമ്മൾ ഇതിൽ വെക്കാൻ പറ്റത്തില്ല. പിന്നെ അതിൻ്റെ താഴെയുള്ള സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു സംഭവമാണ്, പൈസ കൊടുത്തിട്ട് ആക്കേണ്ടത്. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ ഒരു ബട്ടൺ ഇടാൻ കാണാൻ സാധിക്കും. ഓക്കെ, അതിലൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോൾ നിങ്ങളുടെ നേരെ റിപ്പോസ്റ്റിലേക്ക് എത്തും. ഓക്കെ, റിപ്പോസ്റ്റിലേക്ക് എത്തിയതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റിപ്പോസ്റ്റിൻ്റെ സെറ്റിങ്സിലേക്ക് പോവാം. ഓക്കെ, ഞാൻ സെറ്റിങ്സിലേക്ക് പോയി കാണിച്ചു തരാം. ഓക്കെ, ബ്ലാക്ക് കളറൊന്ന് മാറ്റിക്കോട്ടെ. ഓക്കെ, സെറ്റിങ്സിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സെറ്റിങ്സിലേക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇപ്പോൾ പോകണ്ട. ഓക്കെ, അതിലേക്ക് പോവാം. ഓക്കെ, ഓർഗനൈസേഷനിലേക്ക് ഒന്ന് പോയി നോക്കാം. ഓക്കെ, ഓർഗനൈസേഷനിലുള്ള സംഭവം നിങ്ങൾ ഡെസ്ക് ടോപ്പ് സൈറ്റ് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം. ഓക്കെ, ഡെസ്ക് ടോപ്പ് സൈറ്റ് ഒന്ന് എനേബിൾ ചെയ്യാം. ഡെസ്ക് ടോപ്പ് സൈറ്റ് എനേബിൾ ചെയ്തതിന് ശേഷം ഇവിടെ താഴെ കാണാൻ സാധിക്കും അപ്ലിക്കേഷൻ എന്നൊരു സംഭവം ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ആപ്ലിക്കേഷൻ മാർക്കാക്കി അടിച്ചു തരാം. ഇവിടെ ആപ്ലിക്കേഷനിൽ കാണാൻ സാധിക്കും. അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിലേക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ടുണ്ടാവും റെയിൽവേ ഒക്ടാറ്റു. ഓക്കെ, അത് ഞാൻ യൂസ് ആക്കുന്നുള്ള സംഭവമാണ്, അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ റെയിൽവേയിൽ രജിസ്റ്റർ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും റെയിൽവേൻ്റെ വന്നിട്ട് അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, റെയിൽവേൻ്റെ അതിൻ്റെ ഇവിടെ കാണാൻ സാധിക്കും 2 ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ താഴെ സസ്പെൻഡ് പിന്നെ അൺഇൻസ്റ്റാൾ. നമുക്ക് അൺഇൻസ്റ്റാൾ ആക്കി കൊടുക്കാം. ഓക്കെ, അതാണ് നല്ലത്, അൺഇൻസ്റ്റാൾ ആക്കാം. ഓക്കെ, അൺഇൻസ്റ്റാൾ ആക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ റെയിൽവേ.
റെയിൽവേ അൺഇൻസ്റ്റാൾ ആക്കിയതിന് ശേഷം നിങ്ങൾ നേരെ റെയിൽവേയിൽ വരാം. ഓക്കെ, റെയിൽവേയിൽ വന്നിട്ടാകുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു മാറ്റം വന്നിട്ട് കാണാൻ സാധിക്കും. വെരിഫൈഡ് VA ഗിറ്റ് അപ്ഡേറ്റഡ് കാണാൻ സാധിക്കും. ഓക്കെ, വെരിഫൈ ആയി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നേരെ ഈ വീഡിയോ റിമൂവ് ആക്കിയിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി നേരെ ഈ വീഡിയോ തന്നെ വരേണ്ടി വരും. ഓക്കെ, നമുക്ക് വെരിഫൈ ഒരു 15% മാത്രമാണ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. നമുക്ക് 15% കംപ്ലീറ്റ് ആക്കാനുണ്ട്. ഓക്കെ, അതും കൂടി കംപ്ലീറ്റ് ആയാൽ അത് കംപ്ലീറ്റ് ആകുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മളുടെ റെയിൽവേ വെരിഫൈഡ് ആൻഡ് സസ്പെൻഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അവർ 15% കൂടി കംപ്ലീറ്റ് ആക്കുന്നത്. ഇതിൻ്റെ തൊട്ടുമിത്ത് നമുക്ക് വേറൊരു സംഭവം ഇവിടെ കാണാൻ സാധിക്കും. യുവർ അക്കൗണ്ട് ഈസ് നോട്ട് വെരിഫൈഡ് ഈസ് അൺവെരിഫൈഡ് ആയിട്ട്. ഓക്കെ, ഇവിടെ ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. പിന്നെ അതിൻ്റെ താഴെ പറയുന്നുണ്ട് പൈസ കൊടുക്കണം, അതൊക്കെയാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ താഴെ ഗ്രീൻ കളറിൽ കത്തിയിട്ട് വെരിഫൈഡ് VA ഗിറ്റബിലാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ അതിൻ്റെ താഴെ കാണാൻ സാധിക്കുന്നത് ഗിറ്റബിൻ്റെ ബട്ടണാണ്. ഓക്കെ, നമുക്ക് നേരത്തെ ഈ ഒരു ബട്ടൺ മനസ്സിലാവുന്നുണ്ടായിട്ട് ഇപ്പോൾ നമുക്ക് നേരെ ഗ്രീൻ കളറിലുള്ള കത്തുകൊണ്ട് മനസ്സിലാവുന്നുണ്ട്. ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഫോളോ ചെയ്താൽ മതി, അല്ലാത്തവർ ഫോളോ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, ഇത് സ്റ്റെപ്പ് 2 ആണ്. സ്റ്റെപ്പ് 2 വെരിഫിക്കേഷനാണ് ബാക്കിയുള്ളത്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളുടെ റിപ്പോസിറ്ററി ഒരിക്കലും ഹെവി റിപ്പോസിറ്ററി ഒരിക്കലും ഫോർക്ക് ചെയ്യരുത്. ഹെവി റിപ്പോസിറ്ററിൻ്റെ ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. യൂസർ ബോട്ട് ഒരിക്കലും നിങ്ങളുടെ റിപ്പോസിറ്ററിയിൽ ഫോർക്ക് ചെയ്തിട്ട് വെക്കരുത്. നിങ്ങൾ സ്വന്തമായിട്ട് സെൽഫായിട്ടൊരു ബോട്ട് ക്രിയേറ്റ് ആക്കുന്നുണ്ടെങ്കിൽ, അതായത് സെൽഫായിട്ട് യൂസർ ബോട്ട് ക്രിയേറ്റ് ആക്കുന്നുണ്ടെങ്കിൽ അത് മാത്രം നിങ്ങളുടെ റിപ്പോസിറ്ററിയിൽ വെച്ചാൽ മതി. അല്ലാണ്ട് ബാക്കിയുള്ളവർ ക്രിയേറ്റ് ആക്കിയ യൂസർ ബോട്ട് ഒരിക്കലും നിങ്ങളുടെ റിപ്പോസിറ്ററിയിൽ വെക്കണ്ട. കാരണം എന്ന് വെച്ചാൽ യൂസർ ബോട്ട് യൂസ് ആക്കുന്ന മിക്കവർക്ക് അറിയുന്നൊരു സംഭവമാണ് ഹീറോക്കൊക്കെ സസ്പെൻഡ് ആയിട്ട് പോകുന്നുണ്ട്. ഹീറോക്ക് മാത്രമല്ല റെയിൽവേ സസ്പെൻഡ് ആവുന്നുണ്ട് ആ ഒരു യൂസർ ബോട്ട് യൂസ് ആക്കിയതിൻ്റെ കാരണത്താൽ. ഓക്കെ, അങ്ങനത്തെ ഹെവി റിപ്പോസിറ്ററി ഒന്നും നിങ്ങളുടെ ഗിറ്റബിൽ വെക്കാതിരിക്കുക, അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഞാൻ കുറച്ച് ബോട്ടിൻ്റെയൊക്കെ പേര് പറഞ്ഞുതരാം. ഓക്കെ, ആ ബോട്ടൊക്കെ നിങ്ങൾ ഒരിക്കലും റെയിൽവേയിൽ ഒരിക്കലും ട്രൈ ആക്കരുത്. ഓക്കെ, ട്രൈ ആക്കിയാൽ ഞാൻ പറയാം സസ്പെൻഡ് പെട്ടെന്ന് കിട്ടില്ല. ചിലപ്പോൾ ഡിപ്ലോയ് തന്നെ ആക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഡിപ്ലോയ് ആക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങളുടെ റെയിൽവേ സസ്പെൻഡ് ആയിട്ട് പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഒന്നാമത്തെ ബോട്ട് എന്താ വെച്ചാൽ യൂട്യൂബ് ബോട്ടിൻ്റെ ഏതൊരു ബോട്ട് നിങ്ങൾ റെയിൽവേയിൽ ട്രൈ ആക്കരുത്. ഓക്കെ, ട്രൈ ആക്കിയാൽ നിങ്ങൾക്ക് സസ്പെൻഡ് എങ്ങനെ ഉറപ്പാണ്. ഓക്കെ, രണ്ടാമത്തെ ബോട്ട് ഏതെന്ന് വെച്ചാൽ സോങ് ബോട്ട്. അതുപോലെ തന്നെ സോങ് ബോട്ട് ട്രൈ ആക്കിയാൽ പറഞ്ഞത് സസ്പെൻഡ് അല്ലെങ്കിൽ വെരിഫിക്കേഷൻ്റെ പ്രോബ്ലം എങ്ങനെ വരും, ഒരിക്കലും ട്രൈ ആക്കരുത്. പിന്നെ മൂന്നാമത്തെ ബോട്ട് എന്ന് വെച്ചാൽ യൂസർ ബോട്ട്. ഓക്കെ, യൂസർ ബോട്ടും ട്രൈ ആക്കരുത്, സസ്പെൻഡ് എങ്ങനെ കിട്ടും. പിന്നെ നാലാമത്തെ ബോട്ട് എന്ന് വെച്ചാൽ സ്പെക്കേഡിൻ്റെ പൈരോഗ്രാം ബോട്ടുണ്ട്. ഓക്കെ, പൈരോഗ്രാം ബോട്ടിൻ്റെ 2 ഫ്യൂച്ചർ റിമൂവ് ആക്കിയാൽ നിങ്ങൾക്ക് റെയിൽവേയിൽ ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. അതിലുള്ള 2 ഫ്യൂച്ചർ റിമൂവ് ആക്കേണ്ട ഏതെന്ന് വെച്ചാൽ യൂട്യൂബ് DL. ഓക്കെ, യൂട്യൂബ് DL എന്ന് തോന്നുന്നു അതിലുള്ളത്. ഓക്കെ, ആ ഒരു യൂട്യൂബ് DL റിമൂവ് ആക്കിയിട്ട് അതായത് റെയിൽവേയിൽ ട്രൈ ആക്കുന്നുണ്ടെങ്കിൽ പറ്റും. പിന്നെ നാലാമത്തെ ബോട്ട് എന്ന് വെച്ചാൽ ഇവാമറിയ ബോട്ടിൻ്റെ ഓൾഡ് വേർഷൻ നിങ്ങൾക്ക് റെയിൽവേയിൽ ഡിപ്ലോയ് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ പൈരോഗ്രാം റിമൂവ് ആക്കിയിട്ട് ഡയറക്റ്റ് പൈരോഗ്രാം W 1.4.16 വെർഷൻ യൂസ് ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെയിൽവേയിൽ യൂസ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഓൾഡ് വെർഷനിലുള്ള തന്നെ പൈരോഗ്രാം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നേരെ റെയിൽവേയിൽ ട്രൈ ആക്കിയാൽ നിങ്ങൾക്ക് റെയിൽവേയിൽ പറ്റത്തില്ല. പിന്നെ ഇതുപോലെ തന്നെ കുറച്ച് ബോട്ട്സൊക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, എനിക്ക് അറിയുന്നതും ഞാൻ ട്രൈ ആക്കിയ ബോട്ട്സിൻ്റെയൊക്കെയാണ് പേര് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ വേറൊരു ബോട്ടുള്ളത് URL ബോട്ടുണ്ട്. ഓക്കെ, URL ഡൗൺലോഡർ ബോട്ടില്ലേ, ആ ഒരു ബോട്ടിൽ യൂട്യൂബിൻ്റെ ഫ്യൂച്ചർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെയിൽവേയിൽ ഡിപ്ലോയ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ കുറച്ച് സ്പെക്കേഡിൻ്റെ ബോട്ടൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ബോട്ടൊന്നും നല്ല വേസ്റ്റ് ബോട്ടൊന്നുമല്ല, നല്ല അടിപൊളി ബോട്ട്സാണ് അതല്ല. ഓക്കെ, ആ ബോട്ടിനൊന്നും കുറ്റം പറയുന്നതല്ല. പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ റെയിൽവേയിൽ ഡിപ്ലോയ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കതിൽ യൂട്യൂബ് DLൻ്റെ ഫ്യൂച്ചറൊക്കെ ഉണ്ടായിട്ടാണ്. പിന്നെ ഇവമറിയ ബോട്ടിൻ്റെ ഓൾഡ് വെർഷൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ അത് എനിക്കറിഞ്ഞൂടാ. അതെനിക്ക് ഓൾഡ് വെർഷന് റെയിൽവേയിൽ ഡിപ്ലോയ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ പൈരോഗ്രാം ഫസ്റ്റ് നമുക്ക് റെയിൽവേയിൽ സപ്പോർട്ടായിരുന്നു, പിന്നീട് നമുക്ക് സപ്പോർട്ട് ആവുന്നുണ്ടായിട്ടാണ്. ആ ഒറ്റൊരു കാരണത്താണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഓക്കെ, പറയുമ്പോൾ കുറച്ച് തെറ്റൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ഷമിക്കാം. ഓക്കെ, വേറൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ഓട്ടോ ഫിൽട്ടർ ബോട്ടൊക്കെ റണ്ണ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു ഗൂഗിൾ അക്കൗണ്ട് തുടങ്ങുക, അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു ഗിറ്റബ് അക്കൗണ്ട് തുടങ്ങുക. അതിൽ ആ ഒരു ബോട്ട് മാത്രം റണ്ണാക്കുക റിപ്പോസ്റ്റ് വെച്ചിട്ട്. അങ്ങനെ റണ്ണാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ റെയിൽവേയിലേക്ക് വെരിഫിക്കേഷൻ്റെ പ്രോബ്ലമോ അതുപോലെ തന്നെ സസ്പെൻഡോ കിട്ടത്തില്ല. പിന്നെ വേറൊരു പ്രശ്നം വരുന്നുണ്ട്, ഡൈനോൻ്റെ പ്രശ്നം വരുന്നുണ്ട്. മുമ്പൊക്കെ ഡൈനോൻ്റെ പ്രശ്നം വന്നുകൊണ്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ വരുന്നുണ്ട് ഡൈനോൻ്റെ പ്രശ്നം. ഓക്കെ, മാക്സിമം ഒരു റെയിൽവേ അക്കൗണ്ടിൽ ഒറ്റൊരു ബോട്ട് മാത്രം റണ്ണാക്കിയാൽ മതി. കൂടുതൽ ബോട്ട് റണ്ണാക്കിയാൽ ഡൈനോ തീരും. ഓക്കെ, പിന്നെ മാക്സിമം ഹെവി ഫ്യൂച്ചറുള്ള റിപ്പോസ്റ്റൊക്കെ ഒന്ന് യൂസ് ആക്കാണ്ടിരിക്കുക. പിന്നെ ഹെവി ഫ്യൂച്ചറൊക്കെയുള്ള റിപ്പോസ്റ്റ് ഉണ്ടാകും ഒന്ന് ഡിലീറ്റ് ആക്കാം.
പിന്നെ റണ്ണാക്കിയതിൻ്റെ ശേഷം അത് നിങ്ങൾക്ക് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ലാസ്റ്റ് പറഞ്ഞുതരാം ഒരു സംഭവം എന്തെന്ന്. പിന്നെ കുറേ റിപ്പോസ്റ്റൊക്കെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് ഈ ഫ്യൂച്ചറുള്ള. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇവന്മാറിയ ബോട്ടിൻ്റെ റിപ്പോസ്റ്റ് ഉണ്ട്, ഓൾഡ് വേർഷൻ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് സ്പെക്കേഡിൻ്റെ പൈരോഗ്രാം ബോട്ടും ഉണ്ട്. അങ്ങനെ ഇപ്പോൾ കുറേ ബോട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ ഒന്ന് ഡിലീറ്റ് ആക്കിയിട്ട് ഇപ്പോൾ ഏകദേശം 32 ബോട്ട് റിപ്പോസ്റ്റ് കുറേ റിപ്പോസ്റ്റ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ കുറേ ഡിലീറ്റ് ആക്കിയതിന് ഫ്യൂച്ചറുള്ള എല്ലാ ബോട്ടും ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ഹെവി ഫ്യൂച്ചർ അല്ല, റിക്വയർമെൻറ്റ്സ് സപ്പോർട്ട് ഇല്ലാത്തതെല്ലാം ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ഏകദേശം റിക്വയർമെൻറ്റ്സ് സപ്പോർട്ട് ഏതൊക്കെ ഇല്ല എന്ന് എനിക്ക് കണ്ടിട്ട് ചെറിയ പ്രശ്നം പരിചയമുണ്ട്. അതെല്ലാം നോക്കിയിട്ട് ഞാൻ ഇപ്പോൾ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സ്റ്റെപ്പ് 3യിലേക്ക് പോവാം. സ്റ്റെപ്പ് 3യിൽ പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റെപ്പ് 3യിൽ ഇങ്ങനെ പ്രത്യേകിച്ചിട്ടൊന്നും പറയാനില്ല. നമുക്ക് നേരെ സ്റ്റെപ്പ് 3ൻ്റെ വർക്കിലേക്ക് പോവാം. നിങ്ങൾ നേരെ റെയിൽവേയിലേക്ക് വന്നതിന് ശേഷം പിന്നെ ആ പേജ് ഒന്ന് റീഫ്രഷ് ആക്കാണ്. കാരണം എന്താ വെച്ചാൽ ഇത്ര നേരം ഈ റെയിൽവേൻ്റെ ഇത് ഓപ്പൺ ആയിട്ടുണ്ടായതുകൊണ്ട് ഇപ്പോൾ പേജ് ഒന്ന് റീഫ്രഷ് ആക്കാണ്. പേജ് റീഫ്രഷ് ആക്കിയതിന് ശേഷം ഇവിടെ കാണാൻ സാധിക്കും ന്യൂ പ്രൊജക്റ്റ്. അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഇവിടെ കാണാൻ സാധിക്കും യുവർ അക്കൗണ്ട് ഈസ് നോട്ട് വെരിഫൈഡ്. എന്നിട്ടും കാണിക്കുന്നുണ്ട്. ആ സംഭവം നോക്കേണ്ട ആവശ്യമില്ല. വെരിഫൈഡ് via GitHub ഈ ഒരു സംഭവം ഇവിടെ ഫുള്ളും ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ പണിയേ ഉള്ളൂ, വലിയ പണിയൊന്നുമില്ല. ഇനി എന്താക്കേണ്ടത് വെച്ചാൽ നിങ്ങൾ നേരെ റെയിൽവേ ലോഗ് ഔട്ട് ആക്കാം. റെയിൽവേ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ലോഗ് ഔട്ട് ആക്കാം. ലോഗ് ഔട്ട് ആക്കിയിട്ട് ഒന്നും കൂടി ലോഗിൻ ആക്കി കൊടുക്കാം. ലോഗിൻ എന്നിട്ട് GitHubലേക്ക് കണക്റ്റ് ആക്കി കൊടുക്കാം. ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇങ്ങനെ ആക്കുന്നതിന് ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ റിപ്പോസ്ട്രി ഇപ്പോൾ ഒന്ന് റീഫ്രഷ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് GitHub റെയിൽവേയിലേക്ക്. ന്യൂ പ്രൊജക്റ്റിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാൻ സാധിക്കും ഡിപ്ലോയ് ഫ്രം GitHub റിപ്പോർട്ട്. അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഓൾറെഡി ഡോൺലി റിപ്പോ ഉണ്ട്, അതിന് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ കോൺഫിഗർ അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഇവിടെ കാണാൻ സാധിക്കും ഓൾ റിപ്പോസ്റ്റ്. അതിന് ഒരിക്കലും കൊടുക്കരുത്. കൊടുത്താൽ 8ൻ്റെ പണി കിട്ടും. അത്ര മനസ്സിലാക്കിയാൽ മതി. വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് പറഞ്ഞുതരാം, ആവശ്യമുള്ളവർ മാത്രം കേട്ടാൽ മതി. ഓൺലി സെലക്റ്റഡ് റിപ്പോസ്റ്റിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഏതാണ് ബോട്ട് ഡിപ്ലോയ് ആക്കേണ്ടത് ആ ഒരു ബോട്ടിൻ്റെ റിപ്പോസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഹെവി ഫ്യൂച്ചറുള്ള ബോട്ടിൻ്റെ റിപ്പോസ്റ്റ് ഒരിക്കലും നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കരുത്. ഇപ്പം ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ എൻ്റെ ഉള്ള ഫുൾ ഹെവി ഫ്യൂച്ചർ അല്ല, ഫുൾ ഹെവി ഫ്യൂച്ചർ ഇല്ലാത്ത, അതായത് റിക്വയർമെൻറ്റ്സ് ഫുള്ള് സപ്പോർട്ടാവുന്നതാണ് ഇപ്പോൾ ഉള്ളത്. ഹെവി ഫ്യൂച്ചറിൽ സപ്പോർട്ടാകാത്ത റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും, അതിനോണ്ടാണ് പറയുന്നുള്ളത് ഹെവി ഫ്യൂച്ചറായിട്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ആൻഡ് ഓതർ സെൽറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അതിലൊക്കെ ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോൾ ഇവിടെ ഇൻസ്റ്റാളേഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഇൻസ്റ്റാളേഷനിൽ നമ്മളിവിടെ റിപ്പോസ്റ്റ് GitHub ഫുള്ള് ചെക്ക് ആക്കിയിട്ടുണ്ടാവും ഈ ഒരു റെയിൽവേ. അപ്പോൾ ഇവിടെ റിപ്പോ വന്നിട്ടുണ്ട്. ആ റിപ്പോ ഒക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നേരെ ഡിപ്ലോയ് നൗവിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ആഡ് വേരിയബിൾ ഉണ്ട്, അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ വേരിയബിൾ ആഡ് ആക്കാനാണ് പറയുന്നുള്ളത്. അതിന് ഏതാണ് ബോട്ട് ഡിപ്ലോയ് ആക്കുന്നത് ആ ബോട്ടിൻ്റെ വേരിയബിൾ, അതായത് API ID API ഹാഷ് ബോട്ട് ടോക്കൺ അതൊക്കെ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വേരിയബിൾ അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡിപ്ലോയ് ആക്കിയിട്ട് നമ്മൾ വരാത്തത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ നേരത്തെ പറഞ്ഞിട്ട് എൻ്റെ നെറ്റിൻ്റെ പ്രശ്നമുണ്ടെന്ന്. അതിനോണ്ടാണ് അത് വരാത്തത്. ഇപ്പോൾ ഡിപ്ലോയ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും കൂടി ഞാൻ ഡിപ്ലോയ് ആക്കി കാണിച്ചു തരാം. അതിലും സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഡിപ്ലോയ് നൗവിൽ ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ ക്രിയേറ്റിംഗ് പ്രൊജക്റ്റിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡാക്കി കാണിച്ചു തരാം. എനിക്കിത് ടൈം എടുത്തതല്ല കേട്ടോ, എൻ്റെ നെറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വന്നത്. യുവർ പ്രോജക്റ്റ് ഹാസ് നോട്ട് ഡിപ്ലോയ് സെല്ല് കാണാൻ സാധിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ബിൽഡിംഗ് ആയിട്ട് കാണാൻ സാധിക്കും. എനിക്ക് നേരെ ഹോം പേജിലേക്ക് പോയിട്ട് നോക്കാം. ഹോം പേജിലേക്ക് പോകണിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലോഗോ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി മേലുള്ള. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ ഹോം പേജിലേക്ക് എത്തും. ഹോം പേജിലേക്ക് പോയിട്ട് ഒന്നും കൂടി റീഫ്രഷ് ആക്കി കൊടുക്കാം. റീഫ്രഷ് ആക്കിയതിന് ശേഷം നിങ്ങൾ ഡിപ്ലോയ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റ് അവിടെ കാണാൻ സാധിക്കും. മാക്സിമം ഒരു GitHubൽ ഒരു പ്രൊജക്റ്റ് മാത്രം ഡിപ്ലോയ് ചെയ്താൽ മതി. ഇപ്പോൾ 2 വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 2 വട്ടം ട്രൈ ചെയ്തുകൊണ്ടാണ് 2 ആപ്ലിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ ഒരു സംഭവം പറഞ്ഞിട്ടാണ്, നിങ്ങൾ ഓൾ റിപ്പോസ്ട്രി സെലക്ട് ആക്കി കൊടുക്കേണ്ട, സെലക്റ്റഡ് റിപ്പോസ്ട്രി മാത്രം കൊടുത്താൽ മതി എന്ന്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഓൾ റിപ്പോസ്ട്രി കൊടുത്താൽ നിങ്ങളുടെ GitHub റെയിൽവേ ഡെയിലി, അതായത് മിനിറ്റ് ബേസ് ആയിട്ട് ചെക്കായിക്കൊണ്ടുണ്ടാവും. അതായത് നിങ്ങൾ പുതിയൊരു റിപ്പോ ഫോർക്ക് ചെയ്യുമ്പോൾ ആ റിപ്പോസ്ട്രിനെ എങ്ങനെ റെയിൽവേ ചെക്ക് ചെയ്യും. അതായത് സപ്പോർട്ടാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ റെയിൽവേ അപ്പം തന്നെ അൺവെരിഫിക്കേഷനിലേക്ക് പോകും. ചിലപ്പോൾ സസ്പെൻഡ് ആയിട്ട് പോകാൻ വരെ സാധ്യത ഉണ്ട്. അതിനോട് നിങ്ങൾ എന്താക്കി വെച്ചാൽ സെലക്റ്റഡ് 1
റിപ്പോവില്ല. ഇപ്പം ഞാൻ ജസ്റ്റ് ഫോട്ടോ കാണുന്നില്ല, അത് മാത്രം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്ന നിങ്ങൾക്ക് ലാഭം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ അറിയാത്ത പെട്ടെന്ന് ഫോർക്ക് ചെയ്താൽ നിങ്ങൾക്ക് സേഫായിട്ട് നിങ്ങളുടെ റെയിൽവേ അവിടെ തന്നെ ഉണ്ടാവും, ഒരു പ്രോബ്ലം പറ്റത്തില്ല. ഓക്കെ, നിങ്ങൾ മാക്സിമം ഹെവി ഫ്യൂച്ചറുള്ള റിപ്പോസ്റ്റ് ഒന്ന് ഫോർക്ക് ചെയ്യാണ്ടിരിക്കുക, അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ടെലഗ്രാമിൽ ഗ്രൂപ്പിലും ചാനലിലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഹിറോക്കു ഈ മാസം 28 മുതൽ നവംബർ 28 മുതൽ പോകുന്നുണ്ടാണ് പറഞ്ഞത്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം ഈ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് മാക്സിമം ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാം. ബൈ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. വീണ്ടും കാണാം.